ഹായ് ഡിയാസ്, വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആഡി സെയിലിൽ 50% ഓഫറോട് കൂടിയിട്ടുള്ള കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ എക്സ്ചേഞ്ച് റിട്ടേൺ കാര്യങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഡാമേജ് ഉള്ള മെറ്റീരിയലും അല്ല. ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. നിങ്ങൾ എൻക്വയറി ചോദിക്കുമ്പോൾ ഉണ്ടോ അവൈലബിൾ ആണെന്ന് ചോദിക്കുമ്പോൾ സൈസും കൂടെ ഉറപ്പായിട്ടും മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലേറ്റ് ആവും. അപ്പോൾ ആദ്യം ഫസ്റ്റ് പേയ്മെന്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്കാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ്, നല്ലൊരു ഹെവി റയോൺ ഫാബ്രിക്കിലേക്ക് ആലിയ കട്ട് മോഡൽ, ഇതുപോലെ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നത് വീനെക്ക് പാറ്റേണിലേക്ക് വന്നിട്ട് നല്ല ഹെവി ആയിട്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം കൂടെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ആലിയ കട്ട് പാറ്റേണിലേക്ക്. അതിനുശേഷം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നിറയെ ബീഡ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറും കോമ്പിനേഷനും ഒക്കെയാണ്. ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്ക് സൈഡ് എ ലൈൻ പാറ്റേണിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് സ്ലബ് സിൽക്ക് ആണ്. ഫാബ്രിക് നമുക്ക് കുറേ നാളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നല്ലൊരു വൈൻ ഷെയ്ഡിലേക്ക് വരുന്നു. നെക്ക് ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു വീനക്ക് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന നെക്കാണ് കേട്ടോ. ചെറിയൊരു പാച്ച് വർക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത്. സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. സ്ലിറ്റഡ് വരുന്നു. നല്ല ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവിലേക്ക് ലൈനിങ് വരുന്നില്ല. സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു ചെറിയ ഫാബ്രിക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. അടുത്ത നോക്കാം. വരുന്ന സ്ലബ് സിൽക്ക് തന്നെയാണ്. മെറ്റീരിയൽ നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡിലേക്ക് വരുന്നതിലേക്ക് ഇതുപോലെ മെറൂണിന്റെയും ഗ്രീനിന്റെയും എല്ലാം കോമ്പിനേഷനിൽ ത്രെഡ് വർക്കും ചെറിയ ഷുഗർ ബീഡ്സിന് വേണ്ടിയുള്ള ഒരു വർക്കുമാണ് പോകുന്നത്. സ്ലിറ്റഡ് ആയിട്ട് വരുന്നു. ഇതിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവിലേക്ക് ലൈനിങ് വരുന്നില്ല. 3/4 സ്ലീവ് ആണ് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. എല്ലാത്തിനും ഒന്നിനും തന്നെ സൈസസ് ഒരുപാട് അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. എല്ലാ സൈസും അവൈലബിൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈസ് എൻക്വയറി ചോദിക്കുമ്പോൾ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സോഫ്റ്റ് ആയിട്ടൊരു സിൽക്ക് ഫാബ്രിക് ആണ്. അതിലേക്ക് ഇതുപോലെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. പിങ്കിന്റെ പീച്ചിനൊക്കെ കളർ ഫോമിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സ്ലീവ് 3/4 ആണ് വരുന്നത്. സ്ലീവിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ബോഡിയിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലിറ്റഡ് ആയിട്ട് തന്നെ വരുന്നു. ബാക്ക് സൈഡ് ഇതുപോലെ പീച്ച് കളറോ ഗ്രീൻ കളറോ ഒക്കെ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്ന റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു ഹാൻഡ് വർക്ക്. മെറ്റീരിയലേക്ക് തന്നെ സെൽഫായിട്ട് ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ബോഡിയിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഇതുപോലെ സ്ലിറ്റഡ് ആണ്. സ്ലീവിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു പടി കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത നല്ല കോട്ടണിൽ അജ്രക് പ്രിന്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ചെറിയൊരു പടി കൊടുത്തിട്ട് ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണ്. സ്ലീവിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇതുപോലെയാണ് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. സ്ലിറ്റഡ് ആണ്. ബോഡിയിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് സ്ലബ് സിൽക്കിലാണ് വരുന്നത്. നല്ലൊരു എന്താ പറയുക, ഒരു ബൂട്ട വീവിങ് ഇതിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഒരു സിൽവർ കളറിലേക്ക് ബൂട്ട ഓൾ ഓവർ ബോഡിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബീഡ്സ് വർക്കാണ് ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തേക്കുന്നത്. ഇതുപോലെ സ്ലീവ് ഇതുപോലെ വരുന്നു. 3/4 സ്ലീവ് ആണ്. സ്ലീവിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന കുർത്തിയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലേക്ക് വരുന്നു. ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ചെറിയൊരു പ്ലീറ്റ്സ് പോലെ ഇങ്ങോട്ട് കൊടുത്തിട്ട് പിൻടെക്ക് പോലെ കൊടുത്തിട്ട് അതിൽ ഷോ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് ഇതുപോലെ അവൈലബിൾ ആണ്. സ്ലീവിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ബോഡിയിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലിറ്റഡ് ആയിട്ട് വരുന്നു. ലൈനിങ്ങും വരുന്നുണ്ട്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുന്നത് അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. റയോൺ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ഒരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലേക്ക് ഇതുപോലെ പ്രിന്റുകൾ പോകുന്നു. ഇത് ബോഡിയോ സ്ലീവും ലൈനിങ് ഇല്ലാതെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ കോളർ പാറ്റേണിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഹാൻഡ് വർക്ക് കന്തോ സ്റ്റിച്ച് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പടി കൊടുത്തിട്ട് ഇവിടെ ഷോ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവിലേക്ക് ഇതുപോലെ ഒരു പടി കൊടുത്തിട്ട് ഇതുപോലെ ആ ഒരു പാറ്റേണിലേക്ക് വരുന്നു. ബാക്ക് സൈഡ് ഇതിലും സ്ലിറ്റഡ് ആയിട്ട് തന്നെ വരുന്നു. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നതും സിമ്പിൾ ആയിട്ടുള്ള കുർത്തി തന്നെയാണ്. ഇതുപോലൊരു നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡിലേക്ക് വരുന്ന പ്രിന്റുകൾ പോകുന്നതിലാണ്. ബോഡിക്കും സ്ലീവിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇതാണ് സ്ലീവ് എൻഡ് വരുന്നത്. ബാക്ക് സൈഡ് സ്ലിറ്റഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതും കോളർ പാറ്റേണിലേക്ക് തന്നെ വരുന്നു. ജസ്റ്റ് പടി കൊടുത്തതുപോലെ ഷോ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഹാൻഡ് വർക്ക്, ഒരു കാന്ത സ്റ്റിച്ചിലേക്ക് പോകുന്നുണ്ട്. സ്ലീവ് വരുന്നത് ബോഡിയിലേക്കും സ്ലീവിലേക്കും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. സ്ലിറ്റഡ് ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ ഇത്ര ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യുമ്പം സൈസും കൂടി മെൻഷൻ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. താങ്ക്